എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ചേരി ചോലക്കൽ ചന്തയിലാണെന്നുള്ളത്. കയറി വന്നപ്പോൾ തന്നെ ചന്തയിൽ കണ്ട കാഴ്ച ഒരു കച്ചവടം നടക്കുന്നതാണ് അതിരാവിലെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. കച്ചവടം പറഞ്ഞ് ഈ രണ്ട് പോത്തുംകുട്ടികൾക്കാണ് കച്ചവടം പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. കച്ചവടം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വില റേറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം നല്ല ക്വാളിറ്റിയിലെ ചെറിയ കൊമ്പ് ക്രോസ് ടൈപ്പിൽ വരുന്ന നല്ല കുട്ടികളാണ്. ഇതിൻ്റെ വില പറഞ്ഞു തരാം. ചന്തയിൽ നിന്ന് എടുക്കുന്നതാണോ ഫാമിൽ നിന്ന് എടുക്കുന്നതാണോ, എങ്ങനെ വളർത്തിയാലാണ്, ഏത് വളർത്തിയാലാണ് ലാഭം എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻ്റ് അടിക്കുക. ഇന്നൊക്കെ പോത്തുകളെ വാങ്ങിയിട്ടുള്ളത് അധികം ബോഡി വെയ്റ്റിന്റെ വിലക്ക് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം ഇന്ന് കുറച്ച് വില കുറവുണ്ട് തന്നെ പറയാം. ചന്തയിലെ ഇന്നത്തെ വില വാങ്ങിച്ച വിലകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ആളുകളും ചന്തയിൽ നിന്ന് വാങ്ങിച്ചു പോകുമ്പോഴുള്ള വീഡിയോ ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രക്കാണ് വിറ്റ് പോയിട്ടുള്ളത്. ഈ രണ്ടെണ്ണം 71,500 വിറ്റ് പോയിട്ടുള്ളത്. അപ്പൊ ഇത് എത്ര കണ്ടുണ്ട്, ലാഭമാണോ നഷ്ടമാണോ എന്ന് കമന്റ് അടിക്കുക. അടുത്തത് ഈ ചെക്കൻ എടുത്തിട്ടുള്ള രണ്ട് പോത്തുകളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ടൈപ്പിൽ വരുന്ന കുട്ടികൾ തന്നെ പറയാം. ഉയരവും ഇടനീളവും കാൽപ്പൊക്കത്തിന്റെ ഗ്യാപ്പും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. റേറ്റ് എങ്ങനെയുണ്ട്, കുറവാണോ കൂടുതലാണോ എന്നുള്ളത് ഒന്ന് കമന്റ് അടിക്കുക എല്ലാവരും. ഇത് പോയിട്ടുള്ളത് 60,000 രൂപക്കാണ് ഈ പോത്തുകൾ രണ്ടെണ്ണം വിറ്റ് പോയിട്ടുള്ളത്. ചന്തയിൽ ഈ ആഴ്ച വില കുറവുണ്ടോ കൂടുതലാണോ എന്നൊക്കെ കമന്റ് രൂപത്തിൽ അടിക്കുക. ഈ പോകുന്ന 3 പോത്തുകൾ ഈ എടുത്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ എടുക്കുമ്പോൾ ഇത്ര കണ്ടിട്ട് ഇത്ര വലുപ്പത്തിലുള്ള പോത്തുകൾ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോ പെരുന്നാളിന്റെ ടൈമിന് കുറഞ്ഞ 5-6 മാസം ഗ്യാപ്പിൽ വിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല വിലക്ക് വിൽക്കാനും പ്രായം നോക്കി എടുക്കുന്ന ആളുകൾക്ക് പല്ല് പറഞ്ഞ പോത്തുകളെ വിൽക്കാനും വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ പോത്തുകൾ എടുക്കുന്നതാവും ഉചിതം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോത്തുകളാണ്. നല്ല സൂപ്പർ പോത്തുകൾ എന്ന് തന്നെ പറയാം. ഇനി ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡിയിൽ ഇറച്ചി കയറുന്ന ടൈപ്പിലുള്ള പോത്തുകളാണ്. നല്ല ടോപ്പ് പോത്തുകളാണ് എടുത്തിട്ടുള്ളത്. 3 എണ്ണം ഒരുമിച്ച് എടുത്തത് കൊണ്ട് തന്നെ 39,000 മേനിക്ക് ഇവർക്ക് കിട്ടി. ഈ എടുത്ത് കൊടുത്തത് ഈ ചെക്കനാണ്. ഈ ചെക്കൻ ഗൾഫിൽ നിന്ന് വന്ന് കുറച്ച് ലീവ് ഉണ്ട്. ആ ടൈമിന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോ ഏതായാലും ഇവിടെ ഈ പോത്തിന് 36,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് കമന്റ് അടിക്കുക എല്ലാവരും. ഒക്കെ കണ്ടുണ്ട്. അതുപോലെ ഈ ചെക്കൻ എടുത്തിട്ടുള്ളതാണ്. ഇവരെടുത്ത ഈ പോത്തിന്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഉയരവും കാര്യങ്ങളും ഉണ്ട്. കൊമ്പർ പോത്തിക്കും കുറച്ച് കൂടുതലുണ്ട്. എന്നാലും എടുക്കുമ്പോൾ ഏകദേശം ഇനി കുറഞ്ഞ സമയം പെരുന്നാളിനുള്ളൂ. ആ ഒരു സമയം കണ്ടിട്ട് എടുക്കുന്നവർ അത്യാവശ്യം ഇതുപോലെ വലിയ കുട്ടീനെ എടുക്കുന്നതാണ് നല്ലത്. 41,500 എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇവിടെ ഒരു വടക്കന്റെ കച്ചവടം ഇക്കാൻ്റെ അടുത്തുള്ള അധികം വടക്കനാണ് ഇക്ക വെക്കാറുള്ളത്. ചട്ടിപ്പറമ്പും ചേളാരിയും അതുപോലെ മഞ്ചേരി ചന്തയിലും ഉണ്ടാവാറുണ്ട്. ഏകദേശം 17,000 രൂപക്കാണ് ഇത് വിറ്റ് പോയിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ട ഒരു മൂരിക്കുട്ടൻ നാടനാണെന്ന് പറഞ്ഞു വിൽക്കാം. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് അടിക്കുക. റേറ്റ് 23,500 രൂപക്കാണ് ഇത് ചോദിക്കുന്നത്. റേറ്റ് ചോദിക്കുന്നത് നാടനാണെന്ന് ഇപ്പൊ പറയുന്നത്. അപ്പോ ഇത് എത്ര കണ്ടുണ്ട് എന്നുള്ളതൊന്ന് എല്ലാവരും ഒന്ന് കമന്റ് അടിക്കുക. അതുപോലെ ഒരു മുറ ക്രോസ് ടൈപ്പിൽ വരുന്ന നല്ലൊരു പോത്തുമുട്ടിനെ ഇവിടെ കാണാനിടയായി. നല്ല സൂപ്പർ. ഇതിന് ചോദിക്കുന്ന വില 42,000 ചോദിക്കുന്നത്. ഈ പോത്ത് വിറ്റ് പോയിട്ടുണ്ട്. ഞാൻ ലൈവ് ഇട്ടപ്പോൾ ആ പോത്ത് എടുത്തു പോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. 38,500 വിറ്റ് പോയിട്ടുള്ളത്. ഇത് ലാഭമാണോ നഷ്ടമാണോ കമന്റ് എടുക്കുക. അതുപോലെ ഈ പശുവിന്റെ റേറ്റ്
30,000 രൂപയാണ് ഇത് ചോദിക്കുന്നത്. അതുപോലെ വെള്ള കറുപ്പ് വരുന്നത് 40,000 രൂപ. ഏകദേശം 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ട് എന്നാണ് ഇക്ക പറഞ്ഞിട്ടുള്ളത്. ഈ വെള്ളയും കറുപ്പും വന്നിട്ടുള്ള പശുവിന്റെ 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. ഏകദേശം 40,000 രൂപയാണ് ചോദ്യം. അതിന് കുറയും. ഇക്കാൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയും വരലുണ്ട്. അതുപോലെ ഈ 2 പോത്തിന് 50,000 രൂപക്ക് കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50,000 രൂപക്ക്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ്. മുമ്പ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ എടുക്കുന്നവർക്ക് റേറ്റ് അവർക്കൊന്ന് കമന്റ് അടിക്കട്ടോ. അതുപോലെ ഇത് 38 രൂപ, 38,000 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെ പറയാം. ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള പോത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ബോഡിയിൽ ഇറച്ചി കയറുന്ന ടൈപ്പിലായിട്ടുണ്ട്. കുറച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ അത് നല്ല വലുപ്പത്തിൽ വരാൻ ഈ വലുപ്പം എടുക്കുന്നവർക്ക് സുഖകരമാണ്. ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള പോത്തുകൾ തന്നെ എടുക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. അത്യാവശ്യം ഈ ആഴ്ച ചന്തയിൽ നല്ല അടിപൊളിയായിട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് രാവിലെ ഏകദേശം ഇത് കുറച്ച് ചെറിയ കുട്ടികളാണ്. അത്യാവശ്യം പൈസ റേഞ്ചിൽ നോക്കുന്ന ആളുകൾക്ക് ഒരു 20 രൂപന്റെ ഒക്കെ ഉള്ളിൽ നോക്കുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല കുട്ടികളാണ്. ഏകദേശം ഇവിടുന്ന് വിറ്റ് പോയത് 16-17 രൂപന്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. 18 രൂപന്റെ ഉള്ളിൽ വിറ്റ് പോയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലെ കുട്ടികൾ തന്നെ പറയാം. അതേപോലെ ഈ ഇക്കാൻ്റെ അടുത്ത് ഈ ആഴ്ച നല്ല സൂപ്പർ കുട്ടികൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സെയിലും രാവിലെ തന്നെ നടന്നിട്ടുണ്ട്. ഈ ഇക്കാൻ്റെ അടുത്ത് നിന്ന് എടുത്ത 3 പോത്തുകളുടെ വീഡിയോ ആണ് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഉണ്ട് ഈ ആഴ്ച വന്നിട്ടുണ്ട്. അത്യാവശ്യം ഈ ആഴ്ച കുറച്ച് റേറ്റ് കുറവുണ്ട് എന്ന് തന്നെ പറയാം. ഏകദേശം ഈ ഒരു വലുപ്പത്തിലെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇനി 5-6 മാസം കൂടെ വലിയ പെരുന്നാൾക്കുള്ളൂ. ഏകദേശം ഈ ഒരു റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നല്ല വിലക്ക് വിൽക്കാനും വയസ്സായി പ്രായം നോക്കിയെടുക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് നല്ല വിലക്ക് വിൽക്കാനും വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ച് ഈ ഒരു വലുപ്പത്തിലുള്ള പോത്തുകളെ തന്നെ എടുത്താൽ അത്യാവശ്യം നല്ല വിലക്ക് വിൽക്കാം. ഏകദേശം ഇത് 10 രൂപയാണ് മാർക്കറ്റിൽ ചോദിക്കുന്നത് വില. ഈ ഒരു ചെറിയ കുട്ടിക്ക് 10, ഇത് 12. അത്യാവശ്യം ചെറിയ കുട്ടികളെ ചെറിയ കൊമ്പ് അവർ ചെറിയൊരു പൈസക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കുട്ടികളെ തിരയുന്ന ആളുകൾ. അപ്പോൾ ഇതാണ് ഇക്കാൻ്റെ അടുത്തുള്ള പോത്തുകൾ. സൂപ്പർ ക്വാളിറ്റിയുള്ള പോത്തുകൾ തന്നെയാണ്. ചന്തയിൽ വരികയാണെങ്കിൽ ഇക്കാനൊന്ന് സമീപിക്കുക. നല്ല സൂപ്പർ കുട്ടികളുണ്ട്. വില അവർ പറയും, പക്ഷെ നമ്മളെത്ര കണ്ടിട്ടുണ്ടെന്നല്ലേ നമ്മൾ പറയാ. സൂപ്പർ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.